അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി ചിക്കൻ ഫ്രൈയും പരിപ്പ് കുത്തി കാച്ചിയതുമാണ്. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചിക്കൻ ഫ്രൈയും പരിപ്പ് കുത്തി കാച്ചിയതും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സുറുക്ക, ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് ചിക്കൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാ അരപ്പും കൂടെ ഒന്നിച്ച് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ. ഒന്നും കൂടെ സോഫ്റ്റ് ആവും ചിക്കൻ. അപ്പോൾ കുറച്ച് ചീനമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വേപ്പില, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും വിനാഗിരിയും കൂടെയാണല്ലോ നമ്മളിത് കായം പുരട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരപ്പ് നന്നായി അരച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഈ അരപ്പ് ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിട്ടാ. നല്ല ടേസ്റ്റാണ് ചിക്കൻ കഴിക്കാൻ. കാണാൻ തന്നെ നല്ല രസമാണ്. ചിക്കൻ കായം പുരട്ടിയതും അതേപോലെ തന്നെ പൊരിച്ചെടുക്കുമ്പോൾ ഇതൊക്കെ കളറ് നല്ല. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇത് മാത്രം ഇട്ടാൽ മതി. ഞാൻ അല്ലെങ്കിലും ചിക്കൻ കായം പുരട്ടുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇതേപോലെയാണ് ചിക്കൻ പൊരിക്കാറിട്ടാ. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മൊരിച്ചെടുക്കരുത് കേട്ടോ. ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. എന്നെങ്കിലാണ് ചിക്കൻ ടേസ്റ്റ്. മറ്റേത് നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ നല്ല ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അതിനുശേഷം ഞാനിന്ന് പരിപ്പ് കുത്തിക്കാച്ചിയതാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉണക്കമുളകും എടുത്തിട്ട് ഒരു 4 വെളുത്തുള്ളി എന്നിട്ട് ഇടിക്കല്ലിലിട്ട് ചതച്ചിട്ട് ആണ് ഇന്ന് പരിപ്പ് കറി വെക്കുന്നത്. അതേപോലെ തന്നെ ഒരു തക്കാളി 2 എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തക്കാളി കൂടിയോണ്ട് കറി ടേസ്റ്റ് കൂടുക എന്നല്ലാതെ കുറവൊട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പരിപ്പ് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇടിക്കല്ലിൽ അരപ്പ് ഇതിലിട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി മൂത്ത് വരുമ്പോഴാണ് കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് നന്നായി മൂക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലൊരു തക്കാളി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുക്കറിൽ അടിക്കരുത് കേട്ടോ. നമ്മൾ ചട്ടിയിൽ വെച്ചാൽ ആവശ്യത്തിനുള്ള വേവാണ് പരിപ്പിന് കിട്ടുക. കുക്കറിലാകുമ്പോൾ നന്നായി വെന്ത് പോകും. കുറച്ച് കൂടുതൽ വെള്ളം ചട്ടിയിൽ ഒഴിച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ ആവശ്യത്തിന് വെന്തിട്ട് എടുക്കാൻ പറ്റും. ഇതേപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. കുക്കറിലിട്ട് വെച്ചാൽ നന്നായി പേസ്റ്റ് രൂപത്തിലാവും. പിന്നെ വേവാതെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ, മുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടോ. കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പരിപ്പ് കറി വെച്ചാൽ. ചിക്കൻ ഫ്രൈയും പരിപ്പ് കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇത് ചെയ്തിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.